പൊക്കമില്ലായ്മയെ പൊക്കമാക്കി മാറ്റിയ കുറച്ച് നടന്മാരുണ്ട്. അതിലൊരാളാണ് കൊച്ചുപ്രേമൻ. നാടകത്തിലൂടെ സിനിമയിലെത്തുകയും അവിടെയും തൻ്റെതായ ഇടം നേടിയെടുക്കുകയും ചെയ്ത നടനായിരുന്നു കൊച്ചുപ്രേമൻ. ആ ചിരിയും നോട്ടവും മുഖത്തെ പ്രത്യേകതരം ഭാവവും ഭാഷാശൈലിയും ശരീരമിളക്കിയുള്ള സംഭാഷണവുമൊക്കെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കൊച്ചുപ്രേമൻ എന്ന നടനെ കുടിയിരുന്നു. ഏത് അപ്രധാന കഥാപാത്രത്തെയും കൊച്ചുപ്രേമൻ തൻ്റെതായ ശൈലിയിൽ പ്രേക്ഷകരിലേക്ക് ഉറപ്പിച്ചു നിർത്തി. തിരുവനന്തപുരം വലിയവിളയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അച്ഛൻ ശിവരാമൻ ശാസ്ത്രി അധ്യാപകനും അമ്മ കമലം സംഗീത അധ്യാപികയുമായി. 6 മക്കളിൽ 4ാമനാണ് കൊച്ചുപ്രേമൻ. പേയാട് സർക്കാർ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പിന്നീട് MG കോളേജിൽ നിന്ന് ബിരുദം നേടി. ചെറുപ്പം മുതൽ നാടകരംഗത്ത് സജീവമായിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായി നാടകം സംവിധാനം ചെയ്യുന്നത്. ജഗതി NK ആചാര്യ ഒരുക്കിയ ജ്വാലാമുഖി എന്ന നാടകത്തിന്റെ ഭാഗമായപ്പോഴാണ് നാടകത്തെ ഗൗരവത്തോടെ കണ്ടത്. തുടർന്ന് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നാടക സമിതികളുടെ ഭാഗമായി. സിനിമയിൽ വരുന്നതിന് മുൻപ് നാടകത്തിൽ സജീവമായിരുന്നു കൊച്ചുപ്രേമൻ. സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. തമാശ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും കയ്യടി നേടി. 1979 റിലീസായ 7 നിറങ്ങൾ എന്ന സിനിമയാണ് കൊച്ചുപ്രേമന്റെ ആദ്യ സിനിമ. പിന്നീട് 1997 രാജസേനന്റെ ദില്ലിവാല രാജകുമാരനിൽ അഭിനയിച്ച കൊച്ചുപ്രേമൻ രാജസേനനോടൊപ്പം 8 സിനിമകൾ ചെയ്തു. ഇതിനിടയിലാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് കൊച്ചുപ്രേമൻ അഭിനയിച്ച നാടകം കാണുന്നത്. നാടകത്തിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് 1997 റിലീസായ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായൊരു കഥാപാത്രം കൊച്ചുപ്രേമനെ തേടിയെത്തി. സിനിമാ നടൻ എന്ന ലേബൽ തന്ന ചിത്രമാണ് 1997 റിലീസായ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്നാണ് കൊച്ചുപ്രേമന്റെ അഭിപ്രായം. കോമഡി റോളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന നടനല്ല താനെന്ന് തെളിയിച്ചത് 1997 റിലീസായ ഗുരു എന്ന ചിത്രത്തിലെ അഭിനയത്തോടെയാണ്. ജയരാജ് സംവിധാനം ചെയ്ത് 2003 റിലീസായ തിളക്കം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് സിനിമയിലെ തിരക്കുള്ള നടനായി കൊച്ചുപ്രേമൻ മാറി. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് 2016 റിലീസായ ലീല എന്ന ചിത്രത്തിൽ കൊച്ചുപ്രേമൻ അവതരിപ്പിച്ച കഥാപാത്രം ഏറെ വിമർശനങ്ങൾക്കിടയാക്കി. പക്ഷേ ആ വിമർശനങ്ങളെ കൊച്ചുപ്രേമൻ കാണുന്നത് അദ്ദേഹത്തിലെ നടന് പ്രേക്ഷകർ നൽകിയ അംഗീകാരമായിട്ടാണ്. മലയാള സിനിമയിൽ ഇതുവരെ 250 ചിത്രങ്ങളിൽ വേഷമിട്ട കൊച്ചുപ്രേമൻ സിനിമ കൂടാതെ ടെലി സീരിയലുകളിലും സജീവമായിരുന്നു. അഭിനയിച്ച പ്രധാന സിനിമകളിൽ ചിലത് ഗുരു, കഥാനായകൻ, ദി കാർ, ഞങ്ങൾ സന്തുഷ്ടരാണ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, മാട്ടുപ്പെട്ടി മച്ചാൻ, പട്ടാഭിഷേകം, കല്യാണരാമൻ, തിളക്കം, ചതിക്കാത്ത ചന്തു, ഉടയോൻ, ഛോട്ടാ മുംബൈ, സൊലെ, 2 ഹരിഹർ നഗർ, ശിക്കാർ, മായാമോഹിനി, ആക്ഷൻ ഹീറോ ബിജു, ലീല, വരത്തൻ തുടങ്ങിയവയാണ്. സിനിമാ സീരിയൽ താരമായ ഗിരിജയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഏക മകൻ ഹരികൃഷ്ണൻ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് 2022 ഡിസംബർ 3 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഡിസംബർ 4 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇനി ആ ചിരിയും നിഷ്കളങ്ക സംഭാഷണങ്ങളും ഇല്ലെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് വേദനയോടെ ഉൾക്കൊള്ളാനാകും.